വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് നട്ടുച്ചയ്ക്ക് നല്ല വെയിലുണ്ട് കേട്ടോ. എത്ര ദിവസം നട്ടുവെച്ച് ഈ ടൈമിലൊക്കെ ഫുള്ള് മൂടി കിടക്കിയിരിക്കും ആകാശമൊക്കെ. ഇവിടെ ഈ മറ്റേ പാൻ്റ് എടുത്തിട്ട് കൂട്ടൊക്കെ ഉറുമ്പിനെ മൊത്തം ഇല്ല ട്രിമ്മിലും ഇട്ട് കൊടുത്തു നോക്ക്. അതവിടെ കിടക്കുന്നത്. മീൻ തിന്നില്ലല്ലോ. അതൊക്കെ അവിടെ ക്ലീനാക്കി വെച്ചിക്കണേ. അത് ക്ലീനാക്കി വെച്ചിക്കണേ. കണ്ടോ കണ്ടോ കണ്ടോ? ആ മീനുണ്ടാക്കിയാ അത് അറിയോ? ഏത് മീനറിയോ? അത് പിടിച്ചിട്ട് വലിയ ടൈപ്പില്ല. അടിയിൽ ഇങ്ങനെ മൂന്തല്ലേ ആ മീന്. അതിന്റെ പേര് എന്തോ പേരാണ്. ആ ഏത് മീനാ? എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരാം. മീൻ മേടിക്കാൻ പോണേ കേസ്. മീൻ മേടിക്കാൻ എന്തോ ഷർട്ടിട്ട് പോയാ കിണി അവിടെയൊക്കെ പോവല്ലോ. പറയാം മീൻ വേണമെന്ന് പറയാം. ഏത് മീനാ? ഗപ്പി വേണോ അതോ സ്രാവതിരി വേണോ? പലവക ഏതൊക്കെ ടൈപ്പ് മീനായാലും വലിയ സ്രാവ് പോലത്തെ മീനുണ്ടല്ലോ. കാണിക്കും. വലുത് കാണിക്കും. ആ വലുത് കാണിക്കും. കയ്യിലെടുത്ത് കാണിക്കും. കൈ നീ കഴിക്കണം. അതിന്റെ മീൻ പിടിച്ച എന്തായാലും കൈ എത്ര മണി മുന്നേ. വാവു തോതിന്ന് പൊളിച്ചോ. വേദാ പൂച്ചയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്തളാ. ഇപ്പൊ നല്ല നട്ടുച്ച കേട്ടോ. നട്ടുച്ച സമയമാണ്. ഞങ്ങള് ആ കടവരെ വെറുതെ നടക്കാൻ പോയി. കടവരെ പോയിട്ട് അവിടെ കുറച്ച് ഇരുന്നിട്ട് തിരിച്ചു വരാനുള്ള വെറുതെ നട്ടുച്ചയ്ക്ക് വീട്ടിൽ തന്നെ എക്കൊണ്ട് ചോദിച്ചു വെറുതെ നടക്കിറങ്ങിയ. ഇവിടുന്ന് വ്യൂ എന്നാന്ന് മാറിക്കൊടുക്ക്. വ്യൂ ഇവിടുന്ന് മൊത്തം ഇങ്ങനെ കാണിച്ചു കൊടുക്കട്ടെ. ഏതൊക്കെ നട്ടുച്ച നല്ല വെയിലും ഫുള്ള് സൈലൻറ്റും. കിളികളുടെ സൗണ്ട് ഉണ്ട്. ഫുള്ള് സൈലൻ്റ്. അതൊക്കെ എന്തോ വണ്ടി പോകണല്ലോ. കണ്ടോ എന്താ അടിപൊളി സ്ഥലം. നമുക്ക് അത് കട്ടക്കലം. അവിടെ റിങ് ഉണ്ടാക്കും, കട്ട ഉണ്ടാക്കും, ഇഷ്ടി കട്ട ഉണ്ടാക്കും, റിങ് ഉണ്ടാക്കും. അങ്ങനെ കുറേ പലതരം സാധനങ്ങൾ അവിടെ ഉണ്ടാക്കും. മീൻ മേടിച്ചിട്ടുണ്ട്. അതിന് ഉച്ചയ്ക്ക് അവിടെ വർക്ക് എന്തൊന്നും അറിയില്ല. എന്തായാലും വൈകുന്നേരം വന്ന ബാക്കി പരിപാടി ഉണ്ടാവും. ഉച്ചയ്ക്ക് ചിലപ്പോൾ വറക്കാൻ ചാൻസ് ഉണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല. കുറച്ചധികം വെയിലുണ്ടല്ലോ. വെയിലത്ത് ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വെയിലിങ്ങനെ വരുമ്പോൾ എന്തോ നെയിൽ പോലും ഇങ്ങനെ വരുമ്പോൾ ഫുള്ള് മഞ്ഞ് പോലെ ഉണ്ട്. ആ ദൂരഭാഗമൊക്കെ കാണുമ്പോൾ കണ്ടോ. ദൂരത്ത് എന്തോ നല്ല മഞ്ഞ് പോലെ ഉണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. ഈ കാലാവസ്ഥ എങ്ങനെയാണ് എപ്പോഴേക്കും മാറി അറിയാൻ പറ്റില്ല. ഇടയ്ക്ക് ഇങ്ങനെ ആവാറുണ്ട് മഞ്ഞും ഇതൊക്കെ ആയിട്ട്. അതെവിടെ കുളമുണ്ട്, പോയി ചാട്. ഇതാ ഈ ഭാഗത്തായിട്ടുണ്ട് ഒരു കുളം. ഇതിൽ കൂടെ പോയാൽ ഈ കുളത്തിലെത്തും. ഇതാ കുളത്തിലേക്ക് മണ്ണൊക്കെ നിറഞ്ഞിക്കണ്. ഡാം ചാടായിരുന്നു. ഡാം അയച്ചിട്ട് അല്ലാണ്ട് കെട്ടി വെച്ചാലും ഡാമിൽ ചാടാനോ പറ്റില്ല. അവിടെ ചാടി മൊത്തം കുരു. അത് എവിടെ കുരു ഉണ്ടായിരുന്നേ ഡാം ചാടിയതിൻ്റെ. ഇതുണ്ടോ ഇവിടെ സാധനം കളിക്കണം. കണ്ടോ ഒരു ഇതിൽ ഒരു വെള്ള കളറ്. ആ അതാ ഡാമിൽ ചാടിയിട്ട് കുരു ഉണ്ടായതാ. എന്താ പറയുക. ഇത്ര ദിവസം തണുപ്പ് കൊണ്ട് കുറച്ച് വെയിലത്ത് നടക്കിറങ്ങി കേട്ടോ. അതിൽ കൂടെ കറങ്ങി ഇങ്ങനെ നേരെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ്. മൊബൈൽ ചാർജ് തീരില്ല. മൊബൈൽ ചാർജ് ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവും. മൊബൈൽ ചാർജ് തീർന്ന കാര്യം തേനീച്ച അതുണ്ടോ ഒരു തേനീച്ച. അവിടെ കുത്തുറ അവിടെ കുത്തി ഓടിക്കട്ടോ. എന്തോ തേനീച്ചയൊക്കെ അവിടെ എന്തൊക്കെയാ അതായി കിടക്കുന്നത്. ആ മറ്റേ പൊത്തിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും തേനീച്ച വന്നു. എന്താ ചെയ്യുക. നേരെ പോയി വീട്ടിൽ പോയിട്ട് മൊബൈൽ വേഗം കുത്തിയായിട്ട് ഇപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആവും. ഇപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആവും. പക്ഷേ നോക്ക് മൊബൈൽ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആക്കാൻ വേണ്ടി എന്നാ. എൻ്റെ മോനെ ഓക്കെ പാമ്പിന്റെ തോലി കാണുന്നുണ്ടോ? അതൊക്കെ വലുത് അമ്മ സൈസ് നോക്ക്. അമ്മേ ഇവിടുന്ന് ഇങ്ങനെ അതതിൻ്റെ തല കാണു നോക്കണോ. അതൊക്കെ എൻ്റെ മോനെ പാല് തൊട്ട് നോക്കിയാലോ. ഞാൻ നാഗകന്യകനെ ആവൂടാ. തൊട്ടോക്ക ഞാൻ നാഗകന്യകനെ ആവോ? പിടിക്കുമ്പോ എന്താ കള്ളാസത്ത് പോലത്തെ അതിന്റെ തുണി ഇവിടെ ഊരിയിട്ടിട്ട് പോയിക്കണ്.
ഏത് തുണി കൊടുത്ത് പോയോ എന്തോ അറിയില്ല. ഏതോ ടൈമിങ് നോക്കുകയും അല്ലെങ്കിൽ കുറച്ചും കൂടി ദിവസം കഴിഞ്ഞാൽ മറ്റെന്താ മഴയും കാറ്റ് കടിച്ച് ആ തൊലി അങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ക്ലിയർ കാണാൻ പറ്റി അതിൻ്റെ തൊലി. ഞാൻ തൊട്ട് നോക്കി തൊടുമ്പോൾ എന്തൊക്കെയാ കയ്യിലെന്തൊക്കെയോ ഇതാ അവന് മൊബൈൽ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആകും പറഞ്ഞിട്ട് ഞാൻ മൊബൈൽ ഓഫാക്കി വെച്ചു. അപ്പോഴാണ് പാമ്പിൻ്റെ ഉണ്ട്. പിന്നെ ഞാൻ എനിക്ക് കാണിച്ചു തരാൻ നിൽക്കുമോ പാമ്പിനെ. ഓ നട്ടുച്ചക്കല്ലേ കാണാൻ കിട്ടിയൊരു ബാക്കി. അതിൻ്റെ തൊലി വലിയ പാമ്പ് ഒരു ഗോൾഡൻ കളർ തൊലി. തൊട്ടോക്കി അപ്പോൾ എന്തൊക്കെയോ ഞാൻ അതിൻ്റെ തൊട്ട് എങ്ങനെ ഉണ്ടായി ഞാൻ പിന്നെ വീട്ടിൽ പോയി ചാർജ് കുത്തി വെച്ചിട്ട് വീട്ടിൽ ഞാൻ പറഞ്ഞുതരാം. പാമ്പ് ഇത്ര വലിയ പാമ്പറിയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ തൊട്ടോക്കി എന്തോ ജാതി എന്തോ ഒരു ഇത് തോന്നുന്ന പോലെ എന്താ പറയുക. ഇത് തോന്നുമ്പോൾ അങ്ങനെ കേട്ടോ. ഇല്ലല്ല ഓ അതിൻ്റെ ഏകദേശം നീളം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ ചെരുപ്പ് ചേർന്ന് ഒരു ഇത്ര നീളം ഉണ്ടാവും. എന്താ കാലുകൊണ്ട് ഇങ്ങനെ വലിച്ചടക്കുമ്പോൾ 1 2 3 4 5 6 6ൻ്റെ ഇത്രയ്ക്ക് അത്രയും നീളമുള്ള പാമ്പ്. അതിൻ്റെ ഒരു ഗോൾഡൻ കളർ സാധനം. അതിൻ്റെ തൊലി പൊളിച്ചിട്ട് അതിൻ്റെ തല കാണണം എന്ത് വലിയ തല അറിയോ. ഇത്ര എന്ത് വലിയ തല പിടിച്ച് അമ്പോ കുപ്പായ വിരിച്ചിട്ട് അത് എങ്ങോട്ടാ പോയിക്കണ്. പൂച്ചയൊക്കെ ഇവിടെ കളിച്ചോണ്ട് നിന്നോ. ഇതിനൊക്കെ ഇത്ര നീളായിട്ടുള്ളൂ. ഇപ്പൊ കടിച്ചേനെ കളിക്കുന്ന 2 അവിടെ നടന്നിട്ട്. ഇത്രയേരം ഈ മഞ്ഞ ഇവിടെ കിടന്ന് ഉറങ്ങിയിരുന്നു. ഒക്കെ തോന്നിയ പോലെ ഇത്രയേരം ഇവിടെ കടന്നുറങ്ങി ചവിട്ടിയിൽ കടന്നുറങ്ങിയിരുന്നു. ഇത് പിന്നെ അകത്തുനിന്ന് ഞാൻ ഇപ്പോൾ വലിച്ചോണ്ടത് അതിനെ ജിമ്മി. പിന്നെ ഇവൻ്റെ കാര്യം പറയണ്ട ഫുള്ള് ഉറക്കല്ലേ അവൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഫുള്ള് ഉറക്കാ. ഇപ്പം അമ്മ വരും തോന്നുന്നുണ്ട്. വൈകുന്നേരം ടൈം ആയിക്കട്ടെ. ഇപ്പം അമ്മ വരും. മൊബൈൽ കുറേ നേരം കുത്തി വെച്ച് ചാർജ് ആയിട്ടുണ്ട്. അത്രയില്ല ഒരു 40% ആയിട്ടുണ്ട്. ഇപ്പം അമ്മ വരും. ഇപ്പം അമ്മ ഒന്ന് അടിച്ചു വരാൻ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് അറിയില്ല. തുണി വല്ല ഉണങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇന്നലെ വെച്ചാണല്ലോ. ഇന്നലെ വെച്ചാൽ പുതിയത് അതൊക്കെ ഇന്നലെ വെച്ചാ ഉണങ്ങാൻ വേണ്ടി വെച്ചല്ലേ. ഉണങ്ങട്ടെ എന്ത് ഉണങ്ങട്ടെ എന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചല്ലേ. ഉണങ്ങട്ടെ. അമ്മ എപ്പോഴാണ് ഞാൻ കൽപ്പറ്റ പോയിട്ട് വരാം. നന്ദൂരെ പുതിയ മൊബൈൽ എടുക്കണം. അമ്മ അവിടുന്ന് കാണണേ. അവിടെ പാമ്പിന്റെ തൊലി അവിടെ ഞാൻ ഇപ്പൊ കൽപ്പറ്റയ്ക്ക് നന്ദു പാലയിലൊക്കെ ഉണ്ട്. അതൊക്കെ കാലൊന്നും ആയിക്കട്ടെ. ചെരുപ്പ് പിന്നെ പാമ്പിൻ്റെ തോല് കാണണമെന്ന്. പാമ്പിൻ്റെ തോല് ഞാൻ തൊട്ട് നോക്കിയടാ. ഇത് അവിടെ എവിടെയോ ഉണ്ടല്ലോ. നോക്ക് ഉണ്ടാവോ. നിന്നെക്കാട്ടി തടി നീളൊക്കെ ഉണ്ട്. നോക്ക് അതിൻ്റെ തല നോക്ക്. അത് നോക്ക്. ആ പാലോട്ട് നോക്ക്. അവിടെ ഞാൻ വൈകുന്നേരം തൊട്ട് നോക്കിയടാ. എനിക്ക് കൈ നോക്കുക. തൊട്ട് നോക്കിക്കോളൂ. എനിക്ക് അവിടെ ഇപ്പോഴും ചാൻസ് ഇട്ടുള്ളൂ. പിന്നെ പാമ്പിനെ തൊടാൻ പറ്റൂല. പിന്നെ എല്ലായിടത്തും പറഞ്ഞാൽ നീ മുറുക്കനെ തൊട്ട് എന്നൊക്കെ പറഞ്ഞായി. ചാനലെത്തിയിട്ടുണ്ട്. പിന്നെ ഫോൺ എടുക്കണേ. ഐഫോണ്, സാംസങ്, പിക്സല്, മോട്ടറോള അങ്ങനത്തെ കുറേ ടൈപ്പ് ഉണ്ട്. ഏതെങ്കിലും എടുക്കാം. ഏതെങ്കിലും നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയുള്ള ഏതെങ്കിലുമൊക്കെ സെക്കൻഡ് ഹാൻഡ് പ്രീമിയം ക്വാളിറ്റി. ബസ് വന്നാൽ അങ്ങോട്ട് കയറി പോവാം. എന്നിട്ട് മൊബൈൽ എടുത്ത് കൊടുക്കുക. നേരെ വരിക, വീട്ടിൽ വരിക. എന്നിട്ട് മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി അത് നോക്കുക. കളിക്കണോ കയ്യില് ക്യാമറ കുഴപ്പമില്ലല്ലേ. അതിൽ ക്യാമറ അല്ലേ ഇടാനൊക്കെ. അപ്പോൾ മൊബൈൽ എടുത്തിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്താ കുറച്ച് ഇരടായി കുറേ ടൈം. പിന്നെ അവിടെ എന്തൊക്കെയോ പാർട്ടീൻ്റെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക ബ്ലോക്ക് ആയിരുന്നു വണ്ടിയിൽ. അവിടെ റോട്ടിലൊക്കെ കുറച്ച് ഇരടായി. ഇവിടെ മൊത്തം ഇരടാ. ഇതോ ചെക്ക ഫോൺ കൊണ്ടല്ലേ ഉഷാറായിട്ട് നടക്കണേ. ഏതാ കളിക്കണ. അവിടെ ഇല്ല പാമ്പിനെ കണ്ടേ എന്തു. ചാർജില്ല. ഇപ്പം സ്വിച്ച് ഓഫ്. നേരത്തെ പാമ്പിനെ കണ്ടിട്ട് നേരെ കുത്തിവെച്ചാ വീട്ടിൽ പോയി കുത്തിവെച്ച്. അപ്പം സ്വിച്ച് ഓഫ് ആയി ഉണ്ടായിരുന്നു. കുത്തിവെച്ച് ഇനിയിപ്പോൾ കുറച്ച് കുത്തി വെക്കണം. കുറച്ചല്ലേ വീട്ടിൽ പോയാൽ കുത്തി വെക്കണം. വീട്ടിലെത്തിയില്ല. പാമ്പിൻ്റെ തൊലി ഇവിടെ എവിടെയാണല്ലോ. അതൊന്ന് നോക്കിയിട്ട് പോവാം. പാമ്പിൻ്റെ തൊലിയടാ. അങ്ങോട്ടോ അടുത്ത് ഇങ്ങോട്ടേക്ക് പേടിപ്പിച്ച
പേടിച്ചില്ല. ധൈര്യശാലി എന്ന് പറയണേ. എന്താ ധൈര്യം നോക്കി. ഉഷാറാണല്ലോ, ഫോണുണ്ട്, നല്ല ധൈര്യം ഉണ്ടല്ലോ. അമ്മേ ധൈര്യം കുറച്ച് കൂടി. എന്താ പറയുക, ധൈര്യം കുറച്ച് കൂടി. ഫോണെ കിട്ടിയപ്പോൾ ഇനിയിപ്പോൾ ഇത് കൂടെ പോകണ്ടേ, കാട്ടുകൂടെ അല്ല, റോഡാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഡേഞ്ചറസ് കാടുണ്ട്. പിന്നെ അവിടെ നിന്നാണ് വെളിച്ചം. അവിടെ ചെറുതായിട്ട് കാണുന്നുണ്ടാവുന്ന ആ ഭാഗത്തുനിന്നാണ് വെളിച്ചം വരുന്നത്. പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അവിടെ. പിന്നെ ഇവിടുന്ന് കണ്ടോ ഫുള്ള് പേരക്കത്തോട്ടോ. വീടെത്തണമെങ്കിൽ പൈസ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. മമ്പാ ഇന്ന് ഫുള്ള് സ്വിച്ച് ഓഫ്. ഇന്ന് ഉച്ചയ്ക്ക് പാമ്പിൻ്റെ തോലി വീഡിയോ എടുത്ത് കുറച്ച് ഫോൺ സ്വിച്ച് ഓഫ്. പിന്നെ ടൗണിൽ പോയി വന്നപ്പോൾ സ്വിച്ച് ഓഫ്, ഫുള്ള് സ്വിച്ച് ഓഫ്. കുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിക്കും. ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.